ഹലോ മക്കളെ, എൻ്റെ കുട്ടികളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മളൊരു SSLC സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഏതൊരു കുട്ടിയുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുക എന്നുള്ളതാണ് അല്ലേ. ഫുൾ A+ ആണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലേ. ഫുൾ A+ ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് മിസ്സിന് തോന്നുന്നില്ല അല്ലേ. കാരണം എന്താണ്, നിങ്ങളെല്ലാവരും ഫുൾ A+ കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു മോട്ടിവേഷനാണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ആണെന്ന് പറയാം. മിസ് അതിനെ ഡിഫൈൻ ചെയ്യുന്നില്ല, എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫുൾ A+ ഭയങ്കര എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അല്ലേ. അത് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ആ ഒരു കാലം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഫുൾ A+, മെജോറിറ്റി ആൾക്കാർക്കും ഫുൾ A+ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ +1 ആ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവും, ഫുൾ A+ കിട്ടുക എന്നുള്ളതാണോ ഒരാളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള ഏറ്റവും അടിസ്ഥാന ഘടകം? ഒരിക്കലുമല്ല അല്ലേ. സക്സസ്ഫുൾ ആവുന്ന ഒരാൾ ചിലപ്പം SSLCയിലോ +1ലോ +2 ഫുൾ A+ കിട്ടിയതും അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുന്ന ആൾക്കാരായിരിക്കില്ല. പിന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഫുൾ A+ എന്ന് പറയുന്നത്? അതിന് കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അല്ലേ. നമ്മൾ ഫുൾ A+ന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ സക്സസിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെ ഇന്നത്തെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഒരു എയിമിന് വേണ്ടിയിട്ട് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അല്ലേ. നമ്മൾക്ക് ഫുൾ A+ ആണെങ്കിൽ ആ ഫുൾ A+ന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അല്ലേ. നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും. ആ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ആ സ്റ്റഡി പ്ലാനും ടൈം ടേബിളും ഒക്കെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഡിസിപ്ലിൻഡ് ആവാന്ന് പറഞ്ഞാൽ കൈ കെട്ടി മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ ലൈഫിൽ അപ്പം ഈ സമയത്ത് ഞാൻ ഈ കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യും അല്ലേ. ഞാൻ ഇത്ര സമയത്ത് എഴുന്നേൽക്കുന്നു, ഞാൻ ഇത്ര സമയം പഠിക്കുന്നു. ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇരുന്ന് നമ്മളുടെ എയിമിന് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. എനിക്കറിയാം അതൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മൾ ആ ഫുൾ A+ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളവിടെ ഫോക്കസ് ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് പഠിക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ മിസ്സാണ്. എപ്പോഴും എൻ്റെ കുട്ടികൾ ലൈവിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഫുൾ A+ വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ചോദിക്കാമല്ലോ, മിസ്സിന് എത്ര ഫുൾ A+ ഉണ്ട്? മിസ്സിന് ഫുൾ A+ ഇല്ല. ഓക്കെ, മിസ്സിന് ഫുൾ A+ ഇല്ല. പക്ഷേ ഞാൻ കരുതുന്നുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാനൊരു പരാജയമായി പോയിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ കുട്ടികളുടെ സ്നേഹം, നിങ്ങളുടെ മെസ്സേജസ് അല്ലെ. നിങ്ങൾക്ക് ഞാനും നിങ്ങളുടെ സക്സസ്സിലൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അതെനിക്കിപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിലൂടെ നിങ്ങളുടെ മെസ്സേജിലൂടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് സക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കുക, അപ്പോൾ മിസ്സിന് ഫുൾ A+ കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരെയും പോലെ ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഉള്ള ഈ ഒരു പ്രായത്തിലൂടെ ഞാനും കടന്നുപോയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഫുൾ A+ന് വേണ്ടിയിട്ട്. അതിന് എൻ്റെ 101% ഞാൻ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടില്ല. +1 +2 എല്ലാവരും മിനിമം അല്ലേ ഫുൾ മാർക്കാണ്. പക്ഷേ മിസ്സിൻ്റെ ആ സമയത്തൊന്ന് ഫുൾ മാർക്ക് എയിം ചെയ്യുന്ന 1-2 ആൾക്കാരുണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഫുൾ A+ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനതിന് മാക്സിമം ശ്രമിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ പല സ്ഥലങ്ങളിൽ എൻ്റെ ഡിഗ്രി PGയിലൊക്കെ ആയിട്ട് ഞാൻ ആ ഒരു സക്സസ്സിൻ്റെ ആ ഒരു മധുരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ആ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ SSLCയിലും എൻ്റെ +1 +2ലൊക്കെ എൻ്റെ ഫോക്കസ് എനിക്ക് കിട്ടണം, ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വർക്കാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഹാബിറ്റ് വന്നിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത്, ഇരുന്ന് പഠിക്കുക എന്നുള്ളത്, ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്.
അതും നമ്മൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനോട് നമ്മൾ വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റി എനിക്ക് എൻ്റെ തുടർന്നുള്ള ലൈഫിലും ഇപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇപ്പം SSLCയിൽ ഫുൾ A+ കിട്ടിയിട്ടില്ല, പക്ഷേ ആ ഫുൾ A+ന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യും. ഇന്നത്തെ കാലത്ത് മാർക്ക്, ജോലി എന്നുള്ളതിനൊക്കെ പുറമെ ഒരു നല്ല മനുഷ്യനാവുക, ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ മക്കൾ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് തന്നെ എയിം ചെയ്യുക, ഫുൾ A+ ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യും, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യും, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആകും അല്ലേ. അപ്പോൾ അതെൻ്റെ മക്കളുടെ ലൈഫിൽ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ട് മിസ് ഞാനൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മക്കളെ ഇനി മുതലെങ്കിലും പ്ലാൻ ചെയ്ത് തുടങ്ങുക, ഇനി മുതലെങ്കിലും പഠിച്ചു തുടങ്ങുക. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് ടൈം ടേബിളൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഫുൾ A+ നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുണ്ട്, അതിങ്ങോട്ട് വാങ്ങിയെടുക്കാം. കാരണം അതിനുള്ള ഇപ്പം മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള സ്റ്റഡി പ്ലാറ്റ്ഫോംസോ ഒന്നും തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്തുകൊണ്ട് ലക്ഷ്യ ബാച്ച് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ഇപ്പോൾ നമ്മൾ 2-3 വർഷമായിട്ട് നമ്മൾ ആ ഒരു റിസൾട്ട് അല്ലെ, കുട്ടികൾക്ക് ഫുൾ A+ കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അവർക്ക് നേടി കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീക്രട്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞു തരാൻ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം നോക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് പഠിക്കും, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അപ്പോൾ അതിൽ നിങ്ങളുടെ മാക്സിമം ആ ക്ലാസ് കാണുന്നതോടുകൂടി തന്നെ അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്ത് കാണാം, മനസ്സിലാക്കി കാണാം അല്ലേ. അതിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കോൺസെൻട്രേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് തോന്നുകയാണോ, അത് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാൻ പറ്റും. ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങളെല്ലാം ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഓരോ ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണം അല്ലേ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതി നോക്കുക. ഇത് നിങ്ങളെ മോശമാക്കാനൊന്നുമല്ല, നമുക്ക് എവിടെയാണ് നമ്മൾ ബാക്കൗട്ടായി പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി ഈ എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോട്ട്സിലൂടെ മാത്രമല്ല, ഇനി ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ, കാരണം നമ്മുടെ ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സുകൾ. പിന്നെ നിങ്ങൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമതൊരു റിവിഷൻ കൂടിയാണ്. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പോകാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് അത് എല്ലാവർക്കും ആക്സസ് കിട്ടാൻ വേണ്ടി തന്നെ നമ്മുടെ ഫീ ഇപ്പോൾ കുറച്ചിട്ടുമുണ്ട്. 2,999 മാത്രമേ ഉള്ളൂ നമ്മളുടെ ലക്ഷ്യ ബാച്ചിൻ്റെ ഫീ. അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യ റിവിഷൻ ബാച്ച് നമ്മൾ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് എക്സാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിലൂടെ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ റിവിഷൻ ബാച്ച് വരുന്നുണ്ട്. ആ റിവിഷൻ ബാച്ചൊക്കെ നിങ്ങൾക്ക് ഈ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആണ്. അത് മാത്രമല്ല നമ്മുടെ എക്സാം എന്നാണ്ട് ഈ ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊക്കെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മൾ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണ്, നിങ്ങൾക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ എക്സാമിനാൻ്റെ കൂടെ നിങ്ങളെല്ലാവരും സ്വപ്നം കണ്ടതുപോലെ ആ ഒരു ഫുൾ A+ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല പോലെ തന്നെ പഠിക്കുക, ഞങ്ങൾ കൂടെ തന്നെയുണ്ട്.